എല്ലാവർക്കും കുക്ക് വിത്ത് സോഫിയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു തീയലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, കൂർക്ക തീയൽ. സാധാരണ നമ്മൾ പലതുകൊണ്ടും തീയൽ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ കൂർക്ക കൊണ്ട് അങ്ങനെ അധികം ആരും തീയലുണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ഇതുപോലെ നല്ല ടേസ്റ്റിയായ വ്യത്യസ്തമായ ഈ കൂർക്ക തീയലൊന്ന് വെച്ച് നോക്കണം. കൂർക്ക ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ല, പക്ഷേ അത് ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ആരും കൂർക്ക വാങ്ങാൻ മടിക്കുന്നത്. ഇതിനു മുമ്പ് കൂർക്ക മെഴുക്ക് പുരട്ടി ഇട്ട ആ വീഡിയോയിൽ തന്നെ എളുപ്പത്തിൽ എങ്ങനെയാണ് കൂർക്ക ക്ലീൻ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും കാണണം. ഇത് ചോറിന് വളരെ നല്ലൊരു കറിയാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ തീയലിനുള്ളത്. ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈ കൂർക്കയൊന്ന് തീയൽ വെച്ച് നോക്കണം. നിങ്ങൾ പുതിയതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. 450-ൽ പരം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ പഴയ വീഡിയോകളൊക്കെ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. ഇതിൽ പല നാടൻ വിഭവങ്ങളും അതുപോലെയുള്ള പല വിഭവങ്ങളും കറികളും ഞാൻ വെച്ചിട്ടുണ്ട്. അതും നിങ്ങളൊന്ന് കണ്ടു നോക്കണം. പിന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും മടിക്കരുത്. 250 ഗ്രാം കൂർക്ക തൊലി കളഞ്ഞ് ഞുറുക്കി വെച്ചിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ തന്നെ ഇട്ടേക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ കളർ മാറിപ്പോവും. അതിനായിട്ട് ഞാൻ അങ്ങനെ വെള്ളത്തിലിട്ടിരിക്കുന്നത്. ഒരു 15 ചുവന്നുള്ളിയാണ് ഞാൻ ഇതിനെടുത്തിരിക്കുന്നത്. 5 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് കടുക് താളിക്കാൻ വെച്ചിട്ടുണ്ട്. ബാക്കി 10 എണ്ണം വേവിക്കാനിടാനും വറുത്തരയ്ക്കാനും കൂടെ ഉള്ളത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, 3 അല്ലി എന്ന് പറഞ്ഞാൽ ഒന്നൊരു ചെറുതാണ്, 2 പച്ചമുളക്, 1/4 കപ്പ് തേങ്ങ ചിരവിയത്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പം വാളംപുളി, ഉപ്പ്, കടുക് താളിക്കാൻ വെളിച്ചെണ്ണ, 3 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ കടുക്, കറിവേപ്പില, വെള്ളം. ഈ കൂർക്കയൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം. എല്ലാ കൂർക്കയ്ക്കും ഒരുപോലെയല്ല വേവ്. ചിലതിന് പെട്ടെന്ന് വെന്ത് കിട്ടും, ചിലത് ഒരു 3-4 വിസിൽ കേൾക്കേണ്ടി വരും. ഇത് നമ്മൾ ഏതായാലും കുക്കറിൽ വേവിക്കാം. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റാം. കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഒന്ന് ചെറുതാക്കിയിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ്. ഇത് വേകാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ കേൾക്കണം. ഇനി നമുക്ക് ഈ തേങ്ങയൊന്ന് വറുത്തരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് വറുത്തെടുക്കാം. അതിന് ഞാനൊരു പാൻ അടുപ്പ് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇത് മേയറിൻ്റെ പാനാണ് അതിന് ഞാൻ ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. മേയറിൻ്റെ തന്നെ സ്പാറ്റുലയുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് എണ്ണ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണ്ട. അതായത് തീരെ ഇത് വറുത്ത് വരുമ്പം തീരെ എണ്ണമയം ഇല്ലെങ്കിൽ മാത്രം അല്പം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഉള്ളിത്തീയലിന് മൂക്കുന്ന അത്രയും മൂക്കണ്ട, എന്നാലും തേങ്ങ സാമാന്യം മൂക്കണം. നമുക്ക് അതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വരണം. എത്രയും എണ്ണ കുറച്ച് ഉപയോഗിക്കാവോ അതാണ് നല്ലത്. അവസാനം നമ്മൾ ഇതിനകത്ത് താളിച്ചൊഴിക്കുന്നുണ്ട്. തീരെ എണ്ണമയമില്ലാത്ത തേങ്ങയാണെങ്കിൽ മാത്രം അല്പം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഒരു മീഡിയമോ അതിൽ താഴെയോ ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്. ഇപ്പം തേങ്ങ ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. തീ ഇനി ഏറ്റവും കുറച്ച് വെക്കണം. ഇതിപ്പോൾ നമ്മൾ മുഴുവനോടെയുള്ള മല്ലിയോ മുളകോ ആണ് ചേർക്കുന്നതെങ്കിൽ ഇത് തേങ്ങയുടെ കൂടെ തന്നെ ഇട്ട് വറക്കണം.
തീ തീരെ കുറച്ച് വെച്ച് കൈ എടുക്കാതെ തന്നെ ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം തേങ്ങ ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഇനി ഈ ചട്ടിയിലെ ചൂട് കൊണ്ട് ഇളക്കിയാൽ മതി. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി അങ്ങനെ ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് മാറ്റുവാണെങ്കിൽ അല്പം കൂടെ മൂപ്പായിട്ടേ മാറ്റാവുള്ളത്. നമ്മൾ തേങ്ങയും മല്ലിയും മുളകും എല്ലാം കൂടെ വറുത്ത് വെച്ചേക്കുന്നത് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരയണം. ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ കൂർക്ക നന്നായിട്ട് വെന്തിരിക്കുവാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് കൂർക്ക ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഇനി ഇത് അരപ്പും ഈ കൂർക്കയും ഈ പുളിവെള്ളം എല്ലാം കൂടെ ഒന്ന് തിളച്ച് വരണം. കൂർക്ക തീയിൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് കടുക് താളിക്കാം. ഇനി നമുക്ക് കടുക് താളിക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും നല്ലത്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. വറ്റൽമുളക് ചേർക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് ചുവന്ന് വരണം. ഉള്ളി നന്നായിട്ട് ചുമന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ താളിച്ചത് തീയലിലേക്ക് ചേർക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ കൂർക്ക തീയൽ റെഡിയായി. ഇത് കഞ്ഞിക്കും ചോറിനും ഒക്കെ നല്ല കറിയാണിത്. ഇനി നമുക്ക് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.